ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ ജന്മപ്പെരുന്നാളിൻ്റെ ഈ വലിയ ആഘോഷവേളയിലൂടെ നാം ഏവരും കടന്നു പോവുകയാണല്ലോ. ഇന്ന് സെപ്റ്റംബർ 1. നമുക്കിന്ന് പ്രാർത്ഥനയ്ക്കും വിചിന്തനത്തിനുമായി കിട്ടിയിരിക്കുന്ന ബൈബിൾ ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. കാനായിലെ വിവാഹവിരുന്ന്. ഏവർക്കും അറിയാവുന്ന ഏറ്റവും മനോഹരമായ ഈശോയുടെ ആദ്യത്തെ അത്ഭുതമാണ് കാനായിലെ വിവാഹവിരുന്നിൽ സംഭവിക്കുന്നത്. പരിശുദ്ധ അമ്മയും യേശുവും ശിഷ്യന്മാരും അവിടെ വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളായിരുന്നു. അതിഥികൾ ഒരിക്കലും ആതിഥേയരാകുകയില്ല. യേശുവും ശിഷ്യന്മാരും അതിഥികൾ ഇരിക്കേണ്ടിടത്താണ് ഇരിക്കുന്നതെങ്കിലും പരിശുദ്ധ അമ്മ ആ ഭവനത്തിൻ്റെ ഉള്ളറകളിലേക്ക്, അവരുടെ ഉള്ളായ്മകളിലേക്കും ഇല്ലായ്മകളിലേക്കും നിറസാന്നിധ്യമായി കടന്നു ചെല്ലുകയാണ്. വിവാഹവിരുന്നിൻ്റെ മധ്യത്തിൽ വീഞ്ഞ് തീർന്നു പോകുകയും കലവറക്കാർ പരിഭ്രാന്തരാകുകയും ചെയ്യുമ്പോൾ അവിടുത്തെ കുറവ് പരിശുദ്ധ അമ്മ തിരിച്ചറിയുകയാണ്. അമ്മ ഉടനെ തന്നെ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ്. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി തൻ്റെ മകന് സാധിക്കുമെന്ന് തിരിച്ചറിയുന്ന അമ്മ ഈശോയുടെ അടുത്തെത്തുന്നു. അവരുടെ വീഞ്ഞ് തീർന്നു പോയെന്നും ആ കുറവിനെ നിറവാക്കി മാറ്റണമെന്നും പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനോട് ആദ്യമായി ഒരാവശ്യം ഉന്നയിക്കുക. നമുക്കറിയാം, ഈശോ അപ്പോൾ പരിശുദ്ധ അമ്മയോട് പറയുന്നുണ്ട്, നമ്മൾ അതിഥികളാണ്, ആതിഥേയരല്ല. ഈ ഒരു കാര്യത്തിൽ ഇടപെടാനുള്ള സമയവുമായിട്ടില്ലെന്ന് അവിടുന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്കിലും പരിശുദ്ധ അമ്മയ്ക്ക് നിശ്ചയമുണ്ട്, താൻ പറഞ്ഞാൽ തൻ്റെ തിരുക്കുമാരൻ തൻ്റെ ആവശ്യം നിറവേറ്റുമെന്ന്. അനാദിയിലെ സ്വർഗത്തിൻ്റെ മധ്യസ്ഥയായി തിരഞ്ഞെടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് തന്നെ തൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന തിരിച്ചറിവുണ്ടായിട്ടും പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥന മാനിച്ച് തിരുക്കുമാരൻ ആ അത്ഭുതം കാനായിൽ ചെയ്യുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഈ ജന്മപ്പെരുന്നാളിൻ്റെ നാളുകളിൽ നിന്നല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ ഉടനീളം നമ്മൾ അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. ഞാനൊരു ഉദാഹരണം കൂടി പറഞ്ഞുകൊണ്ട് നിർത്തിക്കൊള്ളാം. സ്കൂളിലായിരിക്കുമ്പോൾ ഒരു ഉച്ച സമയം പരിഭ്രാന്തിയായി ഒരു അധ്യാപിക എൻ്റെ ഒരിക്കലേക്ക് ഓടി വരികയാണ്. നമ്മുടെ ഒരു കുഞ്ഞിൻ്റെ മുഖം മുറിഞ്ഞിരിക്കുന്നു, പ്രത്യേകിച്ച് മൂക്കാണ് മുറിഞ്ഞിരിക്കുന്നത്. ഒരു സുഷിരം വീണ് രക്തം ചീറ്റി തെറിക്കുക, രക്തം നിൽക്കുന്നില്ല, ഉച്ച സമയമാണ്. എനിക്കാണെങ്കിൽ രക്തം കണ്ടാൽ തല കറങ്ങും. പക്ഷെ ഞാൻ ഓടി ആ കുഞ്ഞിൻ്റെ അരികിൽ ചെന്നു. എനിക്ക് ആ കാഴ്ച കണ്ടു നിൽക്കാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അത്രമാത്രം ആഴത്തിലുള്ള ഒരു മുറിവും സുഷിരം വീണ മൂക്കിലെ ഭാഗവും ഒക്കെ കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഓർത്തത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ്. ഞാൻ ആ മുറിവിലേക്ക് എൻ്റെ വിരൽ തൊട്ടുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോൾ അത്ഭുതകരമായി ഞാനൊരു കാഴ്ച കാണുകയാണ്. ആ രക്തസ്രാവം നിലയ്ക്കുന്നു. ഒപ്പം അവിടെ ഉണ്ടായിരുന്ന സുഷിരം അടഞ്ഞ് ഇരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. പരിശുദ്ധ അമ്മയുടെ അത്ഭുതപൂർവമായ ആ ഒരു വലിയ സാക്ഷ്യം എൻ്റെ മനസ്സിനെ വളരെയധികം സ്പർശിച്ച ഒരു സംഭവമാണ്. മാത്രമല്ല, ഈ കുഞ്ഞിനെ ഹോസ്പിറ്റലിലാക്കുവാനുള്ള യാതൊരുവിധ സംവിധാനങ്ങളും എനിക്കപ്പോൾ ലഭ്യമല്ലാതിരിക്കുമ്പോൾ എവിടെ നിന്നെന്നറിയാതെ ആ കുഞ്ഞിൻ്റെ പിതാവ് കടന്നു വരികയാണ്. മുറിവ് ആയിരിക്കുന്ന കുഞ്ഞിനെ തോളിലേറ്റി ഹോസ്പിറ്റലിലേക്ക് സ്വന്തം അപ്പൻ നടന്നു പോകുമ്പോൾ ഈ മകനെ ആരാണ് ഇവിടേക്ക് ഈ സമയത്ത് പറഞ്ഞു വിട്ടതെന്ന് പോലും എനിക്ക് നിശ്ചയമില്ലായിരുന്നു. നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയുടെ ശക്തിയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഇന്നും ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ എല്ലാ ഭവനങ്ങളിലും, പ്രത്യേകിച്ച് നമ്മൾ ഇടപെടുന്ന എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ജന്മത്തിരുനാളിൽ എല്ലാവിധ അനുഗ്രഹ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി.